എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. എല്ലാവരും പാപം ചെയ്യുന്നവർ. പാപമോചനം തേടും. പാപം ചെയ്തിരിക്കണമെങ്കിൽ പരിഹാരമായി പാപമോചനം തേടും. പാപമോചനം ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഖേദത്തോടെ മടങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, ഖുൽ യാ ഇബാദില്ലദീന അസ്രിഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നബിയെ, താങ്കൾ പറയുക, സ്വശരീരങ്ങളുടെ മേൽ അമിതമായി അക്രമം പ്രവർത്തിച്ച എന്റെ അടിമകളെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത്. തീർച്ചയായും അള്ളാഹു സകല പാപങ്ങളും പൊറുക്കും. തീർച്ചയായും അവൻ പാപം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. അള്ളാഹു പാപം പൊറുക്കുന്നതാണ്, പാപമോചനം ചെയ്യുക. അങ്ങനെ ഉഹദ് യുദ്ധ ദിനത്തിൽ മുഴുവൻ മുസ്ലിംകൾക്കും സങ്കടകരമായ രീതിയിൽ പതിയിരുന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കുന്തമെറിഞ്ഞ് കൊലപ്പെടുത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്ത വഅശി റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കത്ത് എഴുതുകയുണ്ടായി. ഞാൻ മുസ്ലിമാവാൻ ഉദ്ദേശിക്കുന്നു, പക്ഷേ താങ്കളുടെ മേൽ അവതരിപ്പിച്ച ഖുർആനിലെ ഒരു ആയത്തുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖിറ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതീ ഹറമല്ലാഹു ലാ ബിൽ ഹഖ് വലാ യസ്നൂന വമൻ യഫ്അൽ ദാലിക യൽഖി ഇസാമാ എന്നൊരു ആയത്ത് കൂടെ എഴുതി അള്ളാഹുവിനോട് കൂടെ മറ്റൊരു ദൈവത്തെ വിളിക്കാതിരിക്കുകയും ഹക്ക് കൊണ്ടല്ലാതെ കൊല്ലൽ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു നഫ്സിനെ കൊല്ലാതിരിക്കുകയും വിഭജിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണവർ. ഇവ ചെയ്യുന്നവർ ഖേദം അനുഭവിച്ചുകൊണ്ടേയിരിക്കും എന്ന ആയത്ത് എന്നെ ഇസ്ലാം സ്വീകരിക്കുന്നതിൽ നിന്നും തടയുകയുണ്ടായി എന്ന് വൈശ്വ. കാരണം ഞാൻ ഈ 3 കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്: വ്യഭിചരിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, മറ്റു ദൈവത്തെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് തൗബയുണ്ടോ നബിയേ? അപ്പോൾ ഖുർആനിലെ മറ്റൊരായത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചെഴുതുകയാണ് കത്ത്. അപ്പോൾ ഖുർആനിലെ ആയത്താണ് എഴുതിയത്, ഇല്ലാ മൻ താബ വആമന വഅമല അമലൻ സാലിഹൻ ഫൗലൈക യബ്ദലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. തൗബ ചെയ്യുകയും വിശ്വസിക്കുകയും കർമ്മങ്ങളും ചെയ്യുകയും ചെയ്തവരൊഴികെ അള്ളാഹു അവർ ദുഷ്ചെയ്തികൾ മാറ്റി നന്മകളാക്കുന്നതാണ് എന്ന ആയത്ത് ഇറങ്ങുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വായിക്കുകയും അയക്കുകയുമുണ്ടായി. വൈശ്യ റളിയല്ലാഹു അൻഹു വീണ്ടും തിരികെ കത്തെഴുതി ആ ആയത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന ഒരു നിബന്ധനയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്ക് സൽക്കർമ്മം ചെയ്യാൻ പറ്റും. സൽക്കർമ്മങ്ങൾ ചെയ്യാനാവുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഖുർആനിലെ മറ്റൊരായത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രംഗത്ത് വരികയാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രിക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും അല്ലാഹു ശിർക്ക് പൊറുക്കുന്നവനല്ല, അതൊഴികെയുള്ളതെല്ലാം താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ് എന്ന ആയത്തിറങ്ങുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വൈശ്യക്ക് തിരിച്ച് കത്തെഴുതുകയും ചെയ്തു. വൈശ്യ റളിയല്ലാഹു അൻഹു തിരികെ വീണ്ടും എഴുതി, ഈ ആയത്തിനും ഒരു നിബന്ധനയുണ്ട്, എനിക്കറിയില്ല അവൻ എനിക്ക് പുറത്തു തരാൻ ഉദ്ദേശിക്കുന്നോ ഇല്ലയോ എന്ന്. അപ്പോഴാണ് ഞാൻ പറഞ്ഞ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ യാ ഇബാദി الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم എന്ന സൂക്തം അവതരിച്ചത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു. ഈ ആയത്ത് വൈശ്യക്ക് എഴുതുകയും അതിൽ നിബന്ധനകളൊന്നും കാണാത്തതിനാൽ വൈശ്യ റളിയല്ലാഹു അൻഹു മദീനയിൽ വന്ന് വിശ്വാസിയാവുകയും ചെയ്തു. അല്ലാഹുവിനോട് എത്ര വലിയ പാപം ചെയ്തവനും പുറത്തു കൊടുക്കുന്നതാണ് അല്ലാഹു.
അതിന് ഉദാഹരണമാണിത്. പക്ഷേ അള്ളാഹുവിനോട് അതിനു വേണ്ടി പൊറുക്കൽ തേടിയിരിക്കണം. മനസ്സിലൊന്നുമില്ലാതെ വെറും നാവിന്റെ മുകളിൽ മാത്രമുള്ള ഇസ്തിഗ്ഫാർ പോരാ. മാത്രമുള്ള ഇസ്തിഗ്ഫാർ കൊണ്ട് മാത്രം പ്രയോജനമായില്ല. കാരണം അതിൽ ഖേദമുണ്ടായിട്ടില്ല. ഖേദമാണ് തൗബ. ഖേദമാണ് തൗബ എന്നാണ്. ഖേദമില്ലാത്തവ സ്വീകാര്യമല്ലതാനും. ഇന്നമാ തൗബത്തുൻ നദം. തൗബ ഖേദം മാത്രമാണ്. മനസ്സിൽ ആത്മാർത്ഥമായ ഖേദമുണ്ടാവൽ തന്നെയാണ് തൗബ. അല്ലാതെ 3 രൂപയ്ക്ക് കിട്ടുന്ന തൗബയുടെ ഏട് വാങ്ങി അതിൽ എഴുതിയിരിക്കുന്നത് വള്ളിപ്പുള്ളി വിടാതെ വായിക്കലല്ല. അത് വായിച്ചുകൊണ്ട് എന്ത് വെറുതെ വായിക്കുക, എന്നിട്ട് ഏട് കൂട്ടിവെക്കുക. തൗബ സ്വീകരിച്ചിരുന്ന അള്ളാഹു കരുണവാനാണ്. അതും അവൻ സ്വീകരിച്ചേക്കാം. എങ്കിൽ ആത്മാർത്ഥമായ തൗബക്ക് താൻ ചെയ്ത തെറ്റുകളിൽ ആത്മാർത്ഥമായ ഖേദം അനിവാര്യമാണ്. ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദ്വിയ റളിയല്ലാഹു അൻഹ ഇപ്രകാരം പറയുകയുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദ്വിയ ഇങ്ങനെയാ പറഞ്ഞത്: ഇന്ന ഇസ്തിഗ്ഫാറനാ യഹ്താജു ഇലൽ ഇസ്തിഗ്ഫാർ കസീറൻ യനാഇദാ ഇസ്തിഗ്ഫാർ ബിൽ ലിസാൻ വനിയതുഹു ഇന്ന യഊദു ഇലാ ذنبي فإن توبة توبة الكاذبين وهذا لا يكون توبة. തീർച്ചയായും നമ്മുടെ ഇസ്തിഗ്ഫാർ തന്നെ അനേകം ഇസ്തിഗ്ഫാറിന് ആവശ്യപ്പെടുന്നുണ്ട്. അഥവാ നാവ് കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ സാഹചര്യം ലഭിച്ചാൽ തെറ്റ് ചെയ്യുമെന്നുള്ള ഉദ്ദേശമുള്ളവരാണ് നാം. തൗബ കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവരാണ്. അത് നമ്മൾ ചെയ്ത് ഒരു ലിമിറ്റ്, ഒരു കൺട്രോൾ വെക്കണം. കൺട്രോൾ ചെയ്യണം എല്ലാ തെറ്റുകളും. എന്ത് തെറ്റ് ചെയ്യും ഒരു കൺട്രോൾ വേണം. അള്ളാഹു കാണണമെന്നുള്ള വിചാരബോധം. വെറുതെ ഇതെല്ലാം ശൈത്താന് പണിയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അങ്ങനെ അല്ലാഹു മറ്റൊരിടത്ത് പറയുകയാണ്, ഖുർആനിലൂടെ പറയുകയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ തൗബൂ ഇലല്ലാഹി തൗബത്തുൻ നസൂഹാ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു: തൗബത്തുൻ നസൂഹ് അന്നദൂമു ബിൽഖൽബി വസ്തിഗ്ഫാർ ബിൽലിസാനി വൽഇദ്മാർ അല്ലാ യഊദ ഇലൈഹി അബദാ. നസൂഹായ തൗബ എന്നാൽ ഹൃദയം കൊണ്ട് ഖേദിക്കലും നാവ് കൊണ്ട് പൊറുക്കലിനെ തേടലും ഇനി ഇവത്തെ ഈ തെറ്റിലേക്ക് മടങ്ങില്ലെന്ന ദൃഢനിശ്ചയം ചെയ്യലുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ ഇപ്രകാരം പറയുന്നു: ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഗ്ഫിർ ബിൽലിസാനി അൽമസ്റു അലാ ദുനൂബികൽ മുസ്തസിൽ ബരിയ പാപങ്ങളിൽ മോചിതയ്ക്ക് അതിൽ നിന്നും മോചിതനാകാതെ നാവ് കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവൻ തന്റെ രക്ഷിതാവിനെ കളിയാക്കുന്നവനെ പോലെയാണ്. പാപങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവന് രക്ഷിതാവിനെ കളിയാക്കുന്ന പോലെ. വെറുതെ നാവ് കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടൊന്നും കാര്യമില്ല. നിന്റെ സ്വന്തം മാതാപിതാക്കളെ കളിയാക്കുന്നത് പോലെയാണെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പറഞ്ഞത്. മഹാന്മാരായ പണ്ഡിതന്മാരെ തൗബയുടെ ഷറത്തുകൾ പറയുകയുണ്ടായി. ഒന്നാമത്തത്, തൗബ ചെയ്യുമ്പോൾ ഖേദമുണ്ടാവുക. അത് നിർബന്ധമുള്ള കാര്യമാണ്. തൗബ ചെയ്യുമ്പോൾ ഖേദമുണ്ടാവുക. രണ്ടാമത്തത്, ഈ തെറ്റിലേക്ക് ഇനി മടങ്ങില്ലെന്ന ദൃഢനിശ്ചയം വേണം. വെറുതെ തൗബ ചെയ്തിട്ട് പിന്നെയും തെറ്റിലേക്ക് പോകണ്ട. അല്ലാഹു അത് കുറ്റം ഏറുകയാ ചെയ്യുക. പിന്നെ മൂന്നാമത്തെ കാര്യം പറയുകയാണ്, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്, തെറ്റിൽ നിന്നും പൂർണ്ണമായി മുക്തനാവണം. അതിൽ നിന്ന് പൂർണ്ണമായി മുക്തനാവണം. അങ്ങനെ നാലാമത്തെ
കാര്യങ്ങളും മനുഷ്യരുമായുള്ള വല്ല തെറ്റുകളുമാണെങ്കിൽ അവരോടുള്ള ഇടപാടുകൾ തീർക്കൽ അഥവാ സ്വത്ത് പ്രശ്നവും അടിപിടി കലഹവും മാറ്റി മറ്റും അവരുടെ മനസ്സിൽ നിന്ന് പൊരുത്തപ്പെടുകയാണ്. ഈ 4 ഷർത്തുകൾ ഉണ്ടെങ്കിൽ തൗബ പൂർണ്ണമാവുകയും സ്വീകാര്യമാവുകയുള്ളൂ. അന്യർ പൊരുത്തപ്പെടുക എന്നതിനെ കുറിച്ച് ഇന്ന് അധിക പേരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വായിൽ നിന്നും പൊരുത്തപ്പെട്ടു എന്ന വാക്ക് ലഭിക്കലാണെന്നാണ്. പക്ഷേ മറിച്ച് അവരുടെ ഹൃദയത്തിൽ നാമുമായി ഒരു അസ്വസ്ഥതയില്ലാത്ത രീതിയിലാണ് പൊരുത്തപ്പെടൽ വേണ്ടത്. അങ്ങനെയാണ് വെറുതെ പൊരുത്തപ്പെട്ട ഇത് പൊരുത്തപ്പെടലിന്റെ ഭാഗമാവില്ല. ഞാൻ പൊരുത്തപ്പെട്ടു, ഭാഗമായി ഹൃദയത്തിൽ തട്ടി ഞാൻ നിന്റെ കുറ്റങ്ങൾക്കെല്ലാം ഹൃദയത്തിൽ തട്ടി പറയണം, നീ എന്നോട് ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അത് ഹൃദയത്തിൽ തട്ടി പറയണം.